ഹലോ, ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേറ്റ്സ് പിക്കിൾ, അതായത് ഈത്തപ്പഴം അച്ചാറാണ് തയ്യാറാക്കുന്നത്. പ്രത്യേകമായിട്ട് സദ്യ സ്പെഷ്യൽ എന്ന് പറയാനൊരു കാരണമുണ്ട്. സാധാരണയായിട്ട് നമ്മൾ നോൺ വെജ് സദ്യയുടെ കൂടെ അതല്ലെങ്കിൽ ബിരിയാണിയുടെ കൂടെയാണ് പ്രധാനമായിട്ടും ഈത്തപ്പഴം അച്ചാറ് വിളമ്പുന്നത്. പക്ഷെ ഈ അച്ചാർ നമുക്ക് വെജിറ്റേറിയൻ സദ്യക്കും, അതായത് ഓണസദ്യക്കോ ഏത് സദ്യക്ക് വേണമെങ്കിലും വിളമ്പാവുന്നതാണ്. നമ്മുടെ ഇഞ്ചമ്പുളിയുടെ ഒരു പകരക്കാരനായിട്ട് വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. അപ്പൊ വേഗം തന്നെ ഈ ഒരു അച്ചാറിന്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പൊ നമുക്കിന്ന് നമ്മൾ തംബ്നെയിൽ പറഞ്ഞ പോലെ തന്നെ ഡേറ്റ്സ് വെച്ചിട്ട്, അതായത് ഈത്തപ്പഴം വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു പിക്കിൾ ഉണ്ടാക്കാം. സ്വീറ്റ് ആയിട്ടുള്ള ഒരു പിക്കിളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് കുറച്ചൊരു സോഫ്റ്റ് ടെക്സ്ചറിലുള്ള ഈത്തപ്പഴം വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. അതല്ലെങ്കിൽ ഒരുപാട് നേരം കുക്ക് ചെയ്ത് അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. നല്ല ക്രീമി ടെക്സ്ചറിൽ ഇരിക്കുമ്പോഴാണ് ഈ ഒരു പിക്കിളിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാനിവിടെ ഒരു 250 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് വെക്കണം. അപ്പം നമ്മുടെ ഈത്തപ്പഴം നമ്മൾ കുരു കളഞ്ഞെടുത്ത് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു സംഭവം റെഡിയാക്കിയിട്ട് വെക്കാം. അതായത് ഇതിൽ പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരി അല്ല നമ്മൾ ചേർക്കുന്നത്. അതിന് പകരം നമ്മുടെ സാമ്പാർ പുളിയില്ലേ, അല്ലെങ്കിൽ വാളംപുളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ബൗളിലേക്ക് വളരെ കുറച്ച് മാത്രം മതി. ഇതൊരു സ്വീറ്റ് പിക്കിൾ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ നമുക്ക് വാളൻപുളി ഒരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ പുളി സോക്ക് ചെയ്ത് വെക്കുകയാണ്. ഇതിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് കുതിർന്ന പുളിയുടെ എക്സ്ട്രാക്റ്റ് മുഴുവൻ നമുക്ക് കിട്ടണം. ഈ നേരം കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഈത്തപ്പഴം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മളിവിടെ ഈത്തപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, കുരുവൊക്കെ കളഞ്ഞ് നല്ലതുപോലെ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഉണ്ട കുത്തിയ പോലെ വലിയ വലിയ പീസാവുമ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടില്ല. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് വെക്കാം. ഞാൻ ഇതിലേക്ക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വലിയ പച്ചമുളകാണ്, അത്യാവശ്യം എരിവുള്ള പച്ചമുളകും കൂടിയാണ്. ഈ ഒരു അച്ചാറിൽ അല്ലെങ്കിൽ പിക്കിളിൽ നമുക്ക് മധുരരസമാണ് മുമ്പിൽ നിൽക്കേണ്ടത്. അതുകൊണ്ട് ഒരുപാട് എരിവ് വേണ്ട. ഇനി ഞാൻ ഇതിലേക്ക് വേറെ മുളക് പൊടി ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല, അതായത് എരിവുള്ള മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി 4 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. വലിയ വെളുത്തുള്ളിയാണ്. നിങ്ങളുടെ കയ്യിൽ തീരെ ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് ഒരു 8 or 10 എണ്ണോ ആയിട്ട് എണ്ണം കൂട്ടാവുന്നതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു അച്ചാറിൽ ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും ഒന്നും നമുക്ക് കടിക്കാൻ കിട്ടണമെന്നില്ല. അതൊക്കെ ഒന്ന് മെൽട്ടായ പോലെ അല്ലെങ്കിൽ അതിനോട് യോജിച്ച് പോകണം. അതുകൊണ്ട് തന്നെ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കണം. നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെക്കേണ്ടത് പൊടികളാണ്. ഒരു വലിയ ടീസ്പൂൺ അളവിലെ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞു, നമ്മൾ ഇതിൽ പ്രത്യേകമായിട്ട് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. അതേസമയം നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി എടുത്തേക്കുന്നത്. ഇനി ചെറിയൊരു ടീസ്പൂണിന്റെ 1/2 ടീസ്പൂൺ അളവിലെ ഉലുവയുടെ പൊടി എടുത്തിട്ടുണ്ട്. ഉലുവ എടുത്ത അതേ അളവിൽ തന്നെ നമുക്ക് കായത്തിന്റെ പൊടിയും എടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് വേണം. നിങ്ങളുടെ കയ്യിൽ കടുക് പരിപ്പാക്കി എടുത്തതുണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ എടുത്താലും മതി. അതല്ലെങ്കിൽ മുഴുവൻ കടുക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് നല്ലെണ്ണ വേണം. ഞാനിവിടെ നല്ലെണ്ണയിലാണ് അച്ചാറ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് നല്ലെണ്ണ വേണം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിന് വേണ്ട, അതായത് ഡേറ്റ്സ് പിക്കിൾ ഈത്തപ്പഴം അച്ചാറിന് വേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പുളി ഉണ്ടല്ലോ, അത് നല്ലതുപോലെ സോക്കായി വന്നിട്ടുണ്ട്. ഇത് നല്ലതുപോലെ പിഴിഞ്ഞ് അരിച്ചു മാറ്റി വെക്കാം കേട്ടോ. ഇതിൽ മെയിനായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട്. അതും കൂടെ ചേർത്താലാണ് നമ്മുടെ പിക്കിൾ പൂർണ്ണമാവുള്ളൂ. അതായത് ഞാനിവിടെ മധുരത്തിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത് നല്ല ശർക്കര പൊടിച്ചതാണ്. നിങ്ങൾക്ക് വലിയ ശർക്കര ഉണ്ടല്ലോ, അത് ഉരുക്കി നല്ലതുപോലെ അരിച്ചെടുത്തതും ചേർക്കാവുന്നതാണ് കേട്ടോ. ഇതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ പിക്കിൾ തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് പിക്കിൾ തയ്യാറാക്കാം. നമ്മൾ ഡേറ്റ്സ് പിക്കിൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 3 ടീസ്പൂണോളം നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് വേറെ പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ വിനീഗറോ ഒന്നും ചേർക്കുന്നില്ല. ഈ എണ്ണ മാത്രമാണ്
നമ്മുടെ അച്ചാറിൻ്റെ പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 3 ടീസ്പൂൺ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇവിടെ കടുകൊക്കെ പൊട്ടി തുടങ്ങി. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒരുപാട് നേരം വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴന്നു വന്നാൽ മാത്രം മതി. നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന കായത്തിൻ്റെയും ഉലുവയുടെയും പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തീ ലോ ഫ്ലെയിമിലാവാനായിട്ട് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമ്മൾ ചേർത്ത പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരട്ടെ. നമ്മുടെ ഗ്രേവി ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈത്തപ്പഴം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതിലേക്ക് ഇടുന്നിട്ട് ഒന്ന് തിളക്കട്ടെ. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മൾ ഈത്തപ്പഴത്തിൽ ചേർത്ത വെള്ളമൊക്കെ വറ്റിത നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന പുളിയുടെ വെള്ളം ഉണ്ടല്ലോ, വാളംപുളി അല്ലെങ്കിൽ സാമ്പാർ പുളി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്നില്ലേ, അത് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. കണ്ടോ, നമ്മുടെ ആ ഒരു പിക്കിളിൻ്റെ ഒരു ടെക്സ്ചർ തന്നെ മാറി. നമ്മുടെ പിക്കിള് നല്ലതുപോലെ തിളച്ച് കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. ഇതുവരെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പുളി നോക്കാനായിട്ട് മറക്കരുത്. ഒരുപാട് പുളി ചേർക്കാനും പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ അച്ചാർ നല്ലൊരു മധുര രസത്തിൽ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പിക്കിളിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് എന്താണ്? നമ്മുടെ ശർക്കര പൊടിച്ചത്. നമ്മൾ ഓൾറെഡി ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെ മധുരവും അതുപോലെ നമ്മുടെ പുളിയുടെ നമ്മൾ ചേർത്ത് കൊടുത്ത പുളി ഉണ്ടല്ലോ, അതിൻ്റെ പുളിരസമൊക്കെ കണക്കാക്കിയിട്ട് വേണം ശർക്കര ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ശർക്കര പൊടി 2 ചെറിയ ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ആ ഒരു മധുരവും പുളിപ്പും എരിവൊക്കെ ഒന്ന് നോക്കാം. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി പോലെയാണ് ഇത് വന്നിരിക്കുന്നത്. അതേസമയം നമുക്ക് ഈത്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങളും ഇതിലുണ്ട്. ഈ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല ക്രീമി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മളിത് കഴിക്കുമ്പോൾ ചില ഈത്തപ്പഴമൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു തോല് പോലെയൊക്കെ നമുക്ക് വായയിൽ വരാറില്ലേ, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡേറ്റ്സ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള ബിരിയാണിയുടെ കൂടെ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഓണസദ്യയിൽ വേണമെങ്കിൽ പുളിയിഞ്ചിക്ക് പകരമായിട്ട് വരെ നമുക്കിത് വെക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡേറ്റ്സ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.